ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISLും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ് ആണ്. 40K സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ ഇനി ഏതാണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാൽ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യും. ആദ്യം തന്നെ ഫ്രാഞ്ചോ പീസ് എന്ന് പറഞ്ഞ ഒരു താരത്തിന്റെ സൈനിങ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ താരത്തെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ റൂമറുകൾ വന്നതുപോലെ ഇതൊരു ക്രൊയേഷ്യൻ താരമാണ്. അതുപോലെ 25 വയസ്സുകാരനെ ഈ താരം ക്രൊയേഷ്യൻ അണ്ടർ 21 വരെയുള്ള ടീമുകളിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു മികച്ച വിദേശ സൈനിങ് തന്നെയാണിത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്നലെ മുഹമ്മദ് ഇർഷാദിന്റെ സൈനിങ് പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഈ താരത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ ലീഗ് ക്ലബായ റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ്സിയിൽ നിന്നാണ് ഇപ്പോൾ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയാളി താരമാണ്. 26 വയസ്സുകാരനെ ഈ താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 65 ലക്ഷം രൂപയാണ്. ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഡിഷോൺ ബ്രൗൺ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച കളി തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഈ താരം കാഴ്ചവെച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 5 ഗോളുകൾ ഈ താരം അടിച്ചു കൂട്ടിയിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നല്ല നീക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ ഏകദേശം 2.5 കോടി താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഫ്രണ്ട്സ് ഇപ്പോൾ ഗോകുലം കേരളയും അവരുടെ AFC വുമൻസ് ചാമ്പ്യൻഷിപ്പിനായുള്ള പ്രിപ്പറേറ്ററി ക്യാമ്പ് കോഴിക്കോട് വെച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും സ്കോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 19 മലയാളി താരവും അതുപോലെ 2 ഗാന താരവും കൂടാതെ ഒരു മ്യാൻമാർ താരവുമാണ് ഗോകുലം കേരളയുടെ വുമൻസ് ടീമിലുള്ളത്. ഫ്രണ്ട്സ് അപ്പോൾ ISLൽ നടന്ന ഒരു വലിയ ട്രാൻസ്ഫർ ഓഫറിനെ കുറിച്ച് മാർക്കസ് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇനി സൂചിപ്പിക്കുന്നത്. ഗൈസ്, മാർക്കസ് പറയുന്ന പ്രകാരം നേരത്തെ തന്നെ ATK മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സ് താരമായ സഹലിനെ സ്വന്തമാക്കാൻ സഹലിന് പകരം 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തതാണ്. എന്നാൽ മറ്റൊരു ISL ക്ലബ് അപ്പുവിനെ സ്വന്തമാക്കാൻ അപ്പുയ്ക്ക് പകരം 5 യങ് പ്ലേയേഴ്സിനാണ് ഓഫർ നൽകിയതെന്നാണ് മാർക്കസ് പറയുന്നത്. എന്തായാലും ആ ക്ലബിന്റെ പേരൊന്നും മാർക്കസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എന്തായാലും ഞാൻ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ തന്നെ ഡൂറന്റ് കപ്പിന്റെ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ 2 ഗോളുകൾക്ക് ഇന്നലെ പരാജയപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ ഒരു അനലൈസ് വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. എല്ലാവരും ദയവായി ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ 3 ഡിഫൻഡേഴ്സിന് ഇന്നലെ റെഡ് കാർഡ് കാണുകയുണ്ടായി. അതിനാൽ ഈ 3 താരങ്ങളും അടുത്ത മത്സരം കളിക്കില്ല. അപ്പോൾ ഹോർമിബം റുവ, സന്ദീപ് സിംഗ് അതുപോലെ ഡിനിചന്ദ്ര മേട്ടി തുടങ്ങിയ 3 താരങ്ങൾക്കാണ് ഇന്നലെ റെഡ് കാർഡ് ലഭിച്ചത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ വിമർശിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കാര്യം ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ബംഗളൂരു FCയുമായുള്ള മാച്ചിനെ കുറിച്ച് കോച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ കോച്ച് ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നമ്മൾ പ്രീ സീസണിന്റെ മൂഡിലായിരിക്കും ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടുക. കോച്ച് അപ്പോൾ എല്ലാ താരങ്ങൾക്കും അവസരം കൊടുക്കാനാണ് ഈ മാച്ചിൽ നോക്കുന്നത്. അതുപോലെ മാച്ചിന്റെ റിസൾട്ട് ഒന്നും താൻ കാര്യമാക്കുന്നില്ല. കൂടാതെ നിലവിൽ ഡൂറന്റ് കപ്പിന് വേണ്ടിയല്ല, പകരം ISLിലേക്കാണ് താൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നും കോച്ച് പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഈ വാക്ക് മെനിഞ്ഞാന്ന് നടന്ന ഇന്റർവ്യൂവിലാണ് കോച്ച് സൂചിപ്പിച്ചത്. അതുപോലെ ഡൂറന്റ് കപ്പിന്റെ സ്കോർ ടേബിളിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 3ാം സ്ഥാനമായിരിക്കുകയാണ്. എന്തായാലും 21-ാം തീയതി ഡൽഹി FCയുമായി ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം കൂടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്ന ടീമുകളെല്ലാം ക്വാളിഫൈ ആകും. ഗൈസ്, അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ഒരു വിജയം നിർണായകം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഡൂറന്റ് കപ്പ് മാച്ചുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി അതുപോലെ കമന്ററിയും HD ക്വാളിറ്റിയിലും കാണണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡൂറന്റ് കപ്പ് മാച്ചുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കുന്ന ലിങ്കുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഇതിന് പുറമെ തന്നെ നമ്മൾ ഫുട്ബോൾ വാർത്തകളും അതുപോലെ സ്റ്റാറ്റസ് വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ സൈക്കോ അഡ്മിൻ രാത്രി 12 മണിക്ക് ഒരു സൈനിങ് കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ നമ്മുടെ IFTWC റിപ്പോർട്ട് ചെയ്തതുപോലെ മാർക്കോ ലെസ്കോവിക് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സ്വന്തമാക്കിയത്. എന്തായാലും ഈ താരത്തെക്കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രൊയേഷ്യയിലെ ടോപ്പ് ടയറിൽ കളിക്കുന്ന ഒരു മികച്ച താരമാണ്. കൂടാതെ സെന്റർ ബാക്ക് ആയിട്ടാണ് താരം കളിക്കുന്നത്. അതുപോലെ ക്രൊയേഷ്യയിൽ അണ്ടർ 21 വരെയുള്ള നാഷണൽ ടീമിനായും താരം പൂട്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ 30 വയസ്സുകാരനായ താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 1.25 കോടി രൂപയാണ്. അപ്പോൾ വീണ്ടും ഒരു മികച്ച സൈനിങ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രാത്രി നടത്തിയത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഡൂറന്റ് കപ്പിന്റെ മാച്ചസ് ഒക്കെ ഫ്രീ ആയി കാണാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ മൈ 11 സർക്കിൾ എന്ന ആപ്പ് ദയവായി പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.